ജൈവ കൃഷി ചെയ്യുമ്പോഴേ നെൽകൃഷിക്ക് വാമെന്ന് പറഞ്ഞ ആ ഫംഗസ് വളം ഉപയോഗിക്കാറുണ്ടോ? അത് ഉപയോഗിക്കാറുണ്ട്. അത് കൃഷിഭവനിൽ നിന്ന് ഒരു സ്കീം ഉണ്ടായിരുന്നു. അങ്ങനെ 500 കിലോ വാമ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചു. അത് ചോളത്തിൻ്റെ ഇത് വേറെ പിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഏത് സസ്യത്തിൻ്റെ ആണെങ്കിലും വേറെ അത് പൊതിഞ്ഞ് അതിനെ സംരക്ഷിക്കും. മറ്റു പുറത്തു നിന്നൊന്നും വേറെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു സാധനം പ്രതിരോധിക്കും. അങ്ങനെ അതിട്ടാണ് ചെയ്യുന്നത്. ഈ നെൽകൃഷിയിൽ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വിത്ത് വെള്ളത്തിലിടുമ്പോൾ സുഡോമോണസ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് കലക്കിയിട്ട്, അതായത് ഇതിന് വാട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ സുഡോമോണസ് അതിനകത്ത് ഇട്ടാണ് വിത്ത് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം വെള്ളത്തിലിടുന്നത്. വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ട് വാരുന്ന ഒരു കുറുമുളയാകുമ്പോഴത്തേനും ഇട്ട് വാരും. വെള്ളത്തിലിട്ട് വാരി കഴിയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ നനവ് വന്നിട്ട് കാല് നീണ്ടു വരാൻ. അന്നേരം ഈ വാമ അതിനകത്ത് ആ വെള്ളത്തിൽ പ്രയോഗിക്കും. എന്നാ അളവിലാണ് പ്രയോഗിക്കുന്നത്? അത് 1 ലിറ്ററിന് 20 ഗ്രാം അങ്ങനെ പാത്രം മതി. ഇതിന്റെ അളവിന് അങ്ങനെ പ്രശ്നമില്ല. വേറെ പൊതിഞ്ഞ് സംരക്ഷിക്കും. വേറെ പറഞ്ഞ് സംരക്ഷിക്കും. നമ്മൾ കരഭൂമിയിൽ ഈ സാധനം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇത് 3 വർഷം തുടർച്ചയായിട്ട് പ്രയോഗിച്ചു കണ്ടവാനം അമിതമായിട്ട് രാസവളം ഒന്നും ഇടുന്നില്ലെങ്കിൽ പിന്നെ ഈ വാമ ഇടണ്ട. വലിയ മരത്തിന്റെ വേറെ ഇവൻ പിടിച്ചാണ് നമ്മുടെ പറമ്പിൽ ജൈവ സമ്പുഷ്ടമായിട്ട് അവൻ അവിടെ നമ്മുടെ പറമ്പിൽ കൂടിക്കോളും. പിന്നെ നമ്മൾ ഈ വാമ പ്രയോഗിക്കാതെ തന്നെ ഇവൻ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതാവൊന്ന് കയറി. അപ്പോൾ അതിലൊക്കെ പറമ്പുകാർക്കും ഗുണം കിട്ടിക്കോളും. കുറവാണ്. നമ്മൾ സ്ഥിരമായിട്ട് രാസവളം ഇട്ട് കഴിയുമ്പോഴത്തേനും ഇവനെ നശിക്കും. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നമ്മൾ നെല്ലിനും വാമ ഉപയോഗിക്കും അല്ലേ? നെല്ലിന് അങ്ങനെ ഇട്ട് വരുമ്പോൾ വാമ അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാല് നീണ്ടു വരും. അപ്പോൾ 20% വിളവ് കൂടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 20% എല്ലാത്തിനും വിളവ് കൂടും. കപ്പയ്ക്ക് ഒരു ഫംഗസ് ഉണ്ട്, കപ്പ വെന്ത് പോകാന്ന് പറയുന്നത്. അതുണ്ടായില്ല ഈ വാമിനകത്ത് അത് രണ്ടാമതിട്ടൊരു കാര്യമില്ല. ഈ വാമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നടുമ്പം കപ്പയുടെ മുറിച്ചിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് നടണം. അപ്പൊ അത് ഈ ടെക്നോളജി കൃഷി ഓഫീസർമാരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കൃഷിക്കാർക്ക്. അല്ല, അതിന്റെ ജൈവ കൃഷി വാമിന്റെ കാര്യം ഇതുവരെ ഞാൻ കൃഷിഭവനിൽ പോയിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല വാമ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്ത് ടോം ഇവിടെ കാഞ്ഞിരമറ്റത്തുള്ള, അപ്പൊ ടോമാണ് നമ്മളെ വാമ പരിചയപ്പെടുത്തിയത്. പുള്ളിക്ക് കപ്പയ്ക്ക് കയ്പ് ഉണ്ടാക്കിയാൽ ടേസ്റ്റും കൂടുതലുണ്ട്. കപ്പയ്ക്ക് വാട്ടരോഗോ ഇലരോഗോ ഇതൊന്നും ഉണ്ടായിരുന്നാ. അപ്പോൾ ഇപ്രാവശ്യം നട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു 1000 മൂട് നട്ടിട്ടുണ്ട് വാമിട്ട്. ഞാനൊരു 3-4 വർഷമായിട്ട് ഈ വാമ ഉപയോഗിക്കാതെ ഈ ഒരു കിഴങ്ങും നടിയല്ല. കിഴങ്ങായിട്ടപ്പോൾ വാഴ വെക്കുവാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ അതിൻ്റെ. അപ്പോൾ 20% ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കൂടുതൽ. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ നമ്മൾ ഇങ്ങനെ വെട്ടി ഒടിച്ചിട്ട് അതേ പാലിങ്ങനെ വരുമല്ലോ. പാല് വരും. ഈ വാമിനകത്ത് മുക്കിയിട്ട് അവിടെ തണലത്ത് ചായ വെക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ചെട കിട്ടിയ പോലെ ഇങ്ങനെ വേറെ ഇറങ്ങി. അപ്പൊ അത്രയും ആ വേരില് ഒരു ഒട്ടുമുക്കാലും കപ്പയായി മാറും, കിഴങ്ങായി മാറും. അത്രയും വേര് പടലവും അതിന്റെ വേരിന്റെ വളർച്ച നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് വെച്ച്. അപ്പൊ ഈ കേരളം മൊത്തമുള്ള കർഷകര് ഈ വാമെന്ന് പറഞ്ഞ ഈ ഫംഗസാന്നല്ല പറഞ്ഞത്. മിത്രജീവി. അപ്പൊ ആ മിത്രജീവി നമ്മളെ വളരെ സമ്പുഷ്ടമാക്കി തരും നമ്മുടെ വിളവുകളല്ല. അപ്പോൾ കേരളത്തിലുള്ള കപ്പ കൃഷികളും മറ്റ് അനവധി കൃഷികളും നടത്തുന്ന കർഷകർ ഈ വാമിനെ പറ്റി ഒന്ന് പഠിക്കുകയും ആ വാമൊന്ന് പ്രയോഗിച്ച് അതിൻ്റെ ഗുണഫലം അനുഭവിച്ചറിയുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.